കഴിഞ്ഞ ഒരു പ്രക്ഷേപണത്തിൽ 60 വയസ്സിന് താഴെയുള്ളവരെല്ലാം 10 വർഷം ഇടവിട്ട് വില്ലൻ ചുമയുടെ വാക്സിൻ എടുത്തിരിക്കണമെന്നുള്ള അമേരിക്കൻ കോളേജ് ഓഫ് ചെസ്റ്റ് ഫിസിഷ്യൻ്റെ നിർദ്ദേശം ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 40 വർഷമായി ഞാനുമായി ഒരു സമ്പർക്കവുമില്ലാതിരുന്ന എൻ്റെ ഒരു സതീർത്ഥ്യൻ്റെ സന്ദേശം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇമെയിൽ സന്ദേശമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ഇനിയും പെൻഷൻ പറ്റി നാട്ടിൽ തിരിച്ചെത്തുമ്പോഴും അച്ചുകുത്തു പിള്ളമാരെ ഭയപ്പെട്ട് ഓടേണ്ടി വരുമോ എന്ന്. 1950കളിലും 1960ൻ്റെ ആരംഭത്തിലും കേരളത്തിലെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവർക്ക് അച്ചുകുത്തു പിള്ളമാരെ അറിയാം, ഓർക്കുന്നുണ്ടാവണം. സ്കൂളുകളിൽ നേരത്തെ അനൗൺസ്മെൻ്റ് ഒന്നും കൂടാതെ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്കെല്ലാം സ്മോൾ പോക്സിൻ്റെ വാക്സിൻ കുത്തിവെച്ചിരുന്നവരാണ് ഈ അച്ചുകുത്തു പിള്ളമാർ. ആദ്യം വാക്സിൻ കൊടുക്കാൻ എത്തിയിരുന്നത് ഒരു പിള്ളയായിരുന്നിരിക്കണം. അതിനുശേഷം എൻ്റെ സ്വദേശമായ മേപ്രായും സമീപമുള്ള പ്രദേശങ്ങളിലുമെല്ലാം സ്കൂളിൽ സ്മോൾ പോക്സ് വാക്സിൻ കൊടുക്കാൻ എത്തുന്നവർ, അവർ നായരായാലും നമ്പൂരിയായാലും നസ്രാണിയായാലും അവരെ അച്ചുകുത്തു പിള്ളമാരെന്നാണ് വിളിച്ചിരുന്നത്. അവർ വരുന്നുവെന്നറിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ വരാതിരിക്കുകയോ ഒളിച്ചിരിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയം കാരണമാണ് അച്ചുകുത്തു പിള്ളമാർ ഒരു അനൗൺസ്മെൻറ്റും കൂടാതെ സ്കൂളിൽ എത്തിയിരുന്നത്. കുത്തിവയ്ക്കുമ്പോൾ സ്വല്പം വേദനയും കുത്തിവച്ചിടത്ത് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ചെറിയ പഴുപ്പുമൊക്കെ ഉണ്ടാകുക സാധാരണമായിരുന്നു. ഇപ്പോഴ് സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച് നടക്കുന്ന മധ്യവയസ്സ് കഴിഞ്ഞ പല ലലനാമണികളുടെയും കൈത്തൊണ്ടിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന പാട് ഈ കുത്തിവയ്പ്പിൽ നിന്ന് വന്നതാകാം. 1960ൻ്റെ അവസാനത്തിൽ സ്മോൾ പോക്സ് ലോകം മുഴുവൻ പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതോടെ സ്മോൾ പോക്സ് വാക്സിനേഷനും അച്ചുകുത്തു പിള്ളമാരും അപ്രത്യക്ഷരായി. 1970ൻ്റെ ആരംഭത്തോടെയാണ് കേരളത്തിൽ കുട്ടികൾക്ക് ഡിഫ്തീരിയയ്ക്കും വൂപ്പിംഗ് കഫിനും ടെറ്റനസിനും പോളിയോയ്ക്കും ഒക്കെ വാക്സിനേഷൻ സാധാരണമായത്. കുട്ടികളിൽ ഹെപ്പറ്റൈറ്റിസ് വാക്സിനും ചിക്കൻ പോക്സ് വാക്സിനും കോളേജിൽ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള മെനിഞ്ചോകോക്കൽ വാക്സിനും ഒക്കെ വന്നിട്ട് അധിക നാളുകളായിട്ടില്ല. എന്നാൽ പ്രായമായവർക്കുള്ള പുതിയ വാക്സിനും ഈ കാലത്ത് കൂടിക്കൊണ്ട് ഇരുന്നു. ഇന്ന് അമേരിക്കയിൽ 50 വയസ്സ് പ്രായമായ ശേഷം എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കുന്നവരാണ് അധികവും. 65 വയസ്സിലെത്തിക്കഴിഞ്ഞാൽ ന്യൂമോകോക്കൽ ന്യൂമോണിയ ഉണ്ടാതിരിക്കാൻ വേണ്ടി ന്യൂമോ വാക്സിനും എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട്. എന്നാൽ വാർദ്ധക്യത്തോടടുക്കുന്നവർക്ക് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് വരാതിരിക്കുവാനുള്ളൊരു വാക്സിൻ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. ഹെർപ്പിസ് സോസ്റ്റർ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന അതേ വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ചെറുപ്പത്തിൽ ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്ക് മാത്രമേ ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് വരാറുള്ളൂ. ചെറുപ്പത്തിൽ ചിക്കൻ പോക്സ് വന്ന് സുഖമായി കഴിഞ്ഞാലും ചിക്കൻ പോക്സിൻ്റെ കുറച്ച് വൈറസുകൾ ശരീരത്തിൽ ഒളിച്ചു കിടക്കുന്നുണ്ടാവും. നമ്മുടെ നട്ടെല്ലിൻ്റെ സമീപത്തുള്ള സ്പൈനൽ കോഡിലെ നെർവ് റൂട്ട്സിൻ്റെ സെല്ലുകൾക്കകത്ത് തടവുകാരായിട്ടാണ് ഈ വൈറസുകൾ കഴിയുന്നത്. 70, 80, 90 വർഷങ്ങൾ ഇവർക്ക് തടവുകാരായിട്ട് കഴിയാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കാവൽക്കാരായ ലിംഫസൈറ്റ്സാണ് ഇവർക്ക് കാവൽ നിൽക്കുന്നത്. എന്നാൽ 10-60 വയസ്സ് കഴിയുമ്പോഴേക്കും ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്നതിനനുസരിച്ച് ഈ ചിക്കൻ പോക്സ് വൈറസുകൾ ജയിൽ ചാടി സെല്ലിൽ നിന്ന് പുറത്തു വന്ന് നെർവ് ടിഷ്യൂവിനെ തന്നെ ആക്രമിക്കാൻ തുടങ്ങാം. ഈ വൈറസ് സ്കിന്നിലെത്തി അവിടെ ബ്ലിസ്റ്റർ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് ഉണ്ടായി എന്ന് നാം അറിയുന്നത്. ശരീരത്തിൻ്റെ സൂക്ഷ്മ പകുതി ഭാഗത്ത് മാത്രമുണ്ടാകുന്ന ഈ ബ്ലിസ്റ്റേഴ്സ് ഒരിക്കൽ കണ്ടിട്ടുള്ള ഡോക്ടർമാർക്ക് രണ്ടാമതൊരു ഹെർപ്പിസ് സോസ്റ്റർ ഡയഗ്നോസ് ചെയ്യാൻ ഒരിക്കലും വിഷമമുണ്ടാകില്ല. ഈ രോഗത്തിൻ്റെ കാഠിന്യവും ദൈർഘ്യവും കുറയ്ക്കാനുള്ള വളരെ നല്ല മരുന്നുകൾ ഇന്ന് നമ്മുടെ കൈവശമുണ്ട്. എന്നാൽ രോഗമല്ല,
രോഗം ഭേദമായ ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും അപകടകരം. രോഗം ഭേദമായ ശേഷവും വൈറസ് ബാധിച്ച ഞരമ്പുകൾക്ക് ബലക്ഷയവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും തളർച്ചയും സംഭവിക്കാം. അതിനു പുറമെ ഹെർപ്പിസ് സോസ്റ്റർ ബാധിച്ച നരമ്പുകളിൽ നിന്ന് അതികഠിനമായ വേദനയുണ്ടാകാം. ഇതിനെ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്നാണ് വിളിക്കാറുള്ളത്. ഈ വേദന മാസങ്ങളോ വർഷങ്ങളോ തന്നെ നീണ്ടു നിന്നേക്കാം. വേദനയുടെ കാഠിന്യം മൂലം ചില രോഗികൾ ആത്മഹത്യ വരെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഹെർപ്പിസ് സോസ്റ്റർ വാക്സിൻ്റെ പ്രയോജനം. 38,546 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു വിപുലമായ പഠനത്തിൽ വാക്സിൻ മൂലം ഭൂരിപക്ഷം ആളുകളിലും ഹെർപ്പിസ് സോസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യുവാൻ സാധിക്കും എന്ന് കണ്ടു. വാക്സിന് ശേഷവും ഹെർപ്പിസ് സോസ്റ്റർ അബദ്ധവശാൽ ഉണ്ടായെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസ് വളരെ വളരെ കുറവായും കാണപ്പെട്ടു. ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ വാക്സിന് 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാളുടെ ആയുസ്സിൽ ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടാകുവാനുള്ള സാധ്യത 20%. എന്നാൽ നമ്മൾ 85 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടാകുവാനുള്ള സാധ്യത 50%. മനുഷ്യരുടെ ശരാശരി ആയുസ് വർദ്ധിക്കുന്നത് കൊണ്ട് ഹെർപ്പിസ് സോസ്റ്റർ വാക്സിന് വളരെ പ്രചാരമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂട്ടത്തിൽ സോസ്ട്രോവാക്സ് ഉണ്ടാക്കുന്ന മെർക്ക് കമ്പനി $1 ബില്യൺ ആദായവും പ്രതീക്ഷിക്കുന്നു. ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു വൈറസിനെതിരായി ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്സിൻ എന്ന പ്രത്യേകത ഇതിനുണ്ട്. തുടർന്ന് എയ്ഡ്സിനും ക്യാൻസറിനുമെല്ലാം ഇതേ പ്രിൻസിപ്പിൾ അനുസരിച്ച് വാക്സിൻ ഇറങ്ങിയെന്നും വരാം. ഗർഭപാത്രത്തെ ബാധിക്കുന്ന സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് പാപ്പിലോമ വൈറസ് മൂലമാണെന്ന് ഇന്ന് നമുക്കറിയാം. സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വാക്സിന് മെർക്ക് കമ്പനിക്ക് FDA അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ വയസ്സുകാലത്ത് വീണ്ടും അച്ചുകുത്തമുള്ളവരെ വാക്സിൻ ഇഞ്ചക്ഷനായി പ്രത്യക്ഷപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലുള്ള എൻ്റെ സ്നേഹിതനോട് എനിക്ക് പറയാനുള്ളത് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്നാണ്. ഡോക്ടർമാരുടെ ക്ലിനിക്കിൽ പോയെങ്കിൽ മാത്രമേ ഈ വാക്സിൻ കുത്തിവെക്കുകയുള്ളൂ. പക്ഷേ മറ്റൊന്ന് ഭയപ്പെടണം. ഹെർപ്പിസ് സോസ്റ്റർ വാക്സിൻ ഒരു ഡോസിന് മെർക്ക് കമ്പനി ഡോക്ടർമാരെ ചാർജ് ചെയ്യുന്നത് $156. ഡോക്ടർമാരുടെ ഫീസ് കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു രോഗിക്ക് $200-225 ചിലവ് വന്നെന്നിരിക്കും. ഏകദേശം 10,000 രൂപ ഒരു പ്രിവെൻറ്റീവ് വാക്സിൻ കുത്തിവെക്കാൻ. വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം ഇതിൻ്റെ വില താഴോട്ട് വന്നേക്കാം. എന്നാൽ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഈ തുകയെപ്പറ്റി ഓർക്കുമ്പോൾ പഴയ അച്ചുകുത്ത് പിള്ളയേക്കാൾ കൂടുതൽ ഭയം ജനിപ്പിക്കാൻ ഇടയുണ്ട്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും വീണ്ടും കാണാം.